വീണ്ടും 24 ബ്രേക്കിംഗിലേക്ക്. മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും തകർന്ന ധരാലിയിലെ നേർക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മൾ പുറം ലോകത്തേക്ക് എത്തിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടിയും ജോഗേഷ് സിംഗുമാണ് ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹസികമായൊരു യാത്രയായിരുന്നു. 30 കിലോമീറ്റർ ദൂരം താണ്ടിയ സാഹസിക യാത്രയ്ക്ക് ശേഷമാണ് അവർ ധരാലിയിലേക്ക് എത്തിയത്. ആ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമാണ് ഇനി. ധരാലി എന്ന ദുരന്തഭൂമിയിലാണ് 24 സംഘം ഇപ്പോഴുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ ഹൃദയഭേദകമാണ്. 5 ദിവസം മുമ്പ് ഇവിടെ കുറേ മനുഷ്യർ ജീവിച്ചിരുന്നുവെന്നും അവരുടെ വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കാൻ പോലും കഴിയില്ല. അതിൻ്റെ യാതൊരു അവശേഷിപ്പുകളും നമുക്ക് ഇവിടെ എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെയുള്ളത് ചെളിയിൽ പൊതഞ്ഞു നിൽക്കുന്ന ഉരുളൻ കല്ലുകൾ. 50ഓളം പേരെ കാണാനില്ല എന്നാണ് ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന കണക്ക്. എങ്കിൽ ഈ മേഖലയിൽ നേപ്പാളിൽ നിന്നുള്ള 30-ലധികം പേർ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പല ഹോട്ടലുകളുടെയും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 100ഓളം തൊഴിലാളികൾ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ, ഈ പ്രദേശവാസികൾ പറയുന്നത്. സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. മനുഷ്യസാധ്യമായ തരത്തിലുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നടത്തിയിരുന്നു. റോഡ് കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ആഹാരം മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി കണക്ടിവിറ്റി എപ്പോൾ വരെ ആവുന്നില്ല, അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, നമ്മൾ മേലോട്ട് പോയായിരുന്നു. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഏത് വഴിയാണ് വരുന്നതെന്ന് പോലും നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഇവിടെയുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഈ ദുരന്തമുണ്ടായി അടുത്ത ദിവസം പോലും ചെളി ഊർന്നിറങ്ങുകയായിരുന്നു മുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ പോലും നടത്താൻ കഴിയാത്ത അത്രയും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ കല്ലുകൾ പുതഞ്ഞു നിൽക്കുന്ന ചെളി അത് 2 ദിവസം ലഭിച്ച വെയിലിനെ തുടർന്ന് അല്പം ഉറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ധരാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.